ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദുൽഹിജ്ജ 1 മുതൽ 9 കൂടിയ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്താണ്. ഇതിൽ ഏറ്റവും ഉത്തമം 9ന്റെ നോമ്പാണ്, അഥവാ അറഫ നോമ്പ്. അൻ അബീ ഖത്താദത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി അറഫ. അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയത. അറഫ ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കും. ഇവിടെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെറുദോഷങ്ങളാണ്. വൽ മുകഫറു അസ്സഗായിറുല്ലത്തി ലാ തതഅല്ലഖു ബിഹഖിൽ ആദമി. മനുഷ്യൻ്റെ ഹക്കിനോട് ബന്ധിച്ചതല്ലാത്ത ചെറുദോഷങ്ങളാണ് ഇവിടെ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത്. ഇനി ഒരാൾ ചെറുദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ, വ ഇല്ലം തകുല്ലഹു സഗായിറു സീദ ഫീ ഹസനാതിഹി. ചെറുദോഷങ്ങൾ ചെയ്യാത്തവന് സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും. അപ്പോൾ അറഫ നോമ്പ് അത് ശക്തമായ സുന്നത്താണ്, വലിയ മഹത്വമുള്ള നോമ്പാണ്. നമ്മളൊക്കെ അത് അനുഷ്ഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്നാൽ ഹജ്ജിന് ഇഹ്റാമിലുള്ളവന് അന്ന് നോമ്പെടുക്കൽ സുന്നത്തില്ല. നോമ്പെടുക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ നിന്നത്. അന്നത്തെ ദുആക്ക് ശക്തി ലഭിക്കലാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് നോമ്പെടുക്കൽ കറാഹത്തോ നല്ലതിനെതിരോ ആണ്. അപ്പോൾ അറഫയിലുള്ള ഹാജിമാർ അല്ലാത്തവർ നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്താണ്. എന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ അറഫയിൽ നിൽക്കുന്നത് രാത്രിയിലേക്ക് പിന്തിക്കുകയാണെങ്കിൽ അവർക്ക് അറഫ നോമ്പെടുക്കൽ സുന്നത്താണ്.